അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ സിറിയയിൽ കനത്ത ആക്രമണം. തുടർന്ന് ഇസ്രായേൽ സിറിയയിലെ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 15ഓളം യുദ്ധക്കപ്പലുകൾ പൂർണ്ണമായും തകർന്നതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടന്ന വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് സിറിയയുടെ ഒരു കൂട്ടം യുദ്ധക്കപ്പലുകൾ ഇസ്രായേൽ തകർത്തത്. അൽബെയ്ദ, ലദാക്കിയ തുറമുഖങ്ങളിലായിരുന്നു ഇസ്രായേൽ ആക്രമണം. തുറമുഖത്ത് നങ്കുരമിട്ടിരുന്ന 15ഓളം യുദ്ധക്കപ്പലുകൾ പൂർണ്ണമായും തകർത്തു. തുറമുഖങ്ങൾക്കും കാര്യമായ നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. വ്യോമസേനയും നാവികസേനയും 350-ലധികം ആക്രമണങ്ങൾ സിറിയയിൽ നടത്തിയിട്ടുണ്ടെന്നും സിറിയയിലെ തന്ത്രപ്രധാനമായ ആയുധശേഖരങ്ങളിൽ ഭൂരിഭാഗവും പിടിച്ചെടുത്തതായും IDF അറിയിച്ചു. അസദ് നാടുവിടുകയും സിറിയ വിമത ഭീകരർ പിടിച്ചടക്കുകയും ചെയ്തതിന് പിന്നാലെ തന്ത്രപ്രധാനമായ ഗോലൻ കുന്നുകളും ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരുന്നു. ഇവിടുത്തെ ബഫർ സോണിലേക്കും അതിനപ്പുറത്തേക്കും ഇസ്രായേൽ കരസേനയെ വിന്യസിച്ചതായാണ് വിവരം. ഇസ്രായേലിന് ഭീഷണിയാകുന്ന എല്ലാ സംവിധാനങ്ങളും നശിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. സിറിയൻ യുദ്ധക്കപ്പലുകൾ തകർക്കാനുള്ള ഓപ്പറേഷൻ വൻ വിജയമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയുടെ മുഖം തങ്ങൾ മാറ്റുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ബാഷർ അൽ അസദ് ഭരണത്തിന്റെ തകർച്ചയെ പുതിയതും നാടകീയവുമായ ഒരു അധ്യായം എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.